ഉറക്കത്ത് ഞാൻ എന്താ പറഞ്ഞത്? അല്ല, ഈ ബാഗിന്റെ വില എത്രയാന്ന് ചോദിക്കായിരുന്നു. ആ, $5. $5? $5 അല്ല, $5,000. $5,000 പറയുമ്പോ ഒരു 4 ലക്ഷം രൂപ കണ്ടില്ലേ? 4 ലക്ഷം രൂപയുടെ ബാഗാണോ ഗിരി ഇത്? ഗിരി, ഇത് ദൂർത്താണ്. അത്രയും പണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ശരാശരി സർക്കാർ ജീവനക്കാരന്റെ പ്രോവിഡന്റ് ഫണ്ട് അത്ര ഉണ്ടാവും. ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിനോ വിദ്യാഭ്യാസത്തിനോ ഇത് മുടക്കിയിരുന്നെങ്കിൽ എന്തോരം പ്രയോജനം ചെയ്തേനെ ഗിരി. എന്തായാലും ഇത്രയും പൈസ ചെലവാക്കി ഒരു ബാഗ് വാങ്ങാന്ന് പറഞ്ഞാ അത് മണ്ടതരാ. അതെ, ഇതുപോലുള്ള ബാഗുകളൊക്കെ ഒരു 250 രൂപ കൊടുത്ത് ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കിട്ടും. അതിനാണ് ഈ 4 ലക്ഷം രൂപ മുടക്കിയത്. വില കൂടിയതിന്റെ പേരിൽ സുമിതയ്ക്ക് ഇത് വേണ്ടെങ്കിൽ അതിങ്ങനെ തന്നേക്ക്. ഞാനത് നവ്യക്ക് കൊടുത്തോളാം. അയ്യടാ മനമേ, അതും കൈ വെച്ചാ മതി. ഈ ബാഗ് ഞാൻ ആർക്കും കൊടുക്കൂല. ഗിരി എനിക്ക് ആദ്യമായിട്ട് തന്നെ സമ്മാനല്ലേ. ഈ പൊന്നും വിലയുള്ള ബാഗ് ഞാൻ ഏതായാലും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇത് ഇതേമാതിരി ഞാൻ അലമാരെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. നമ്മുടെ ഈ വിവാഹത്തിന്റെ അത്രേ ഉള്ളൂ. എന്തൊക്കെ ഈ പറയുന്നത്? വട്ടായ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന സമ്മാനമല്ലേ, അത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും. താൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് സ്വയം പിന്മാറുവാണ്. അതെന്താ അങ്ങനെ ചോദിച്ചത്? എന്താ കാര്യം? ഇവിടേക്ക് പറിച്ചു നടപ്പെടുന്നതിന് മുമ്പ് ഇയാൾക്ക് സുമിതാ ചന്ദ്രൻ എന്നൊരു മേൽവിലാസം ഉണ്ടായിരുന്നെന്നും അത് വീണ്ടും കണ്ടെത്തണമെന്നും ആരാ പറഞ്ഞത്? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ സുമിത ചെയ്യണമെന്ന് വെച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താ ഒന്നും പറയാത്തത്? പഴയതുപോലെ പുസ്തകങ്ങൾ വായിക്കണം, പഠിപ്പിക്കാൻ പോണം, ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികൾക്കുള്ള ചാരിറ്റി വർക്ക് തുടരണം. ഇതൊക്കെ പറഞ്ഞത് ഇയാൾ തന്നെ ആയിരുന്നില്ലേ? അതെ, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരൊറ്റ റോളിൽ മാത്രം ജീവിക്കാനാവില്ലല്ലോ. സ്ത്രീ ആയാലും പുരുഷനായാലും പല റോളുകളിൽ ജീവിക്കേണ്ടി വരും. അമ്മയുടെ, ഭാര്യയുടെ, മകളുടെ, അല്ലെങ്കിൽ അച്ഛന്റെ, ഭർത്താവിന്റെ, മകന്റെ, അങ്ങനെ. മതി. ദൈവം നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന എല്ലാ റോളുകളെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്റെ ഒരു തോന്നൽ. എന്റെ സുമി, നിന്റെ ഈ വലിയ സാഹിത്യവും വർത്തമാനങ്ങളും ഒന്നും എന്റെ തലയിൽ കയറാൻ പോണില്ല. ഞാൻ പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല. അന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ അവസരമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. മഹാനവമി വരാൻ പോവല്ലേ? ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇതിനേക്കാൾ നല്ല അവസരം വേറെ ഉണ്ടോ? ഓക്കെ.
എന്താന്ന് വെച്ചാ സുമി സൗകര്യം പോലെ ആലോചിച്ച് ചെയ്താൽ മതി കേട്ടോ. ശരിയെന്നാ. സത്യത്തില് ഇവർക്കിടയിലുള്ള ടൈംസ് എന്താ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അമ്പിയങ്കിള് കാരണം എന്നൊരു നല്ല സംഭവം സംഭവിച്ചു. ഞാൻ കാരണോ? ഇതുവരെ ഞാൻ കാരണം ഒരാൾക്കൊരു നല്ലത് സംഭവിച്ചിട്ടില്ലല്ലോ. എന്റെ വളയനാടാ. അങ്കിൾ ഇന്ന് തന്നെ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടില്ലേ? ഏതവളുടെ അടുത്തേക്ക്? ഈ അങ്കിളുടെ ഒരു കാര്യം. മറ്റവളില്ലേ, നന്ദിത. എടാ നിന്ന് കറങ്ങാതെ പോയി സെറ്റാക്ക്. ഓ ചെല്ലേ ഇതിലെ പോണം. എന്നാ ശരി, പോയിട്ട് വരാവേ. ഓ അവള് എന്താടാ, അവള് വീണോ? സെറ്റായോ? അത് സെറ്റാവാനേ കുറെ പണിയെടുക്കേണ്ടി വരും. പക്ഷെ വേറൊരാൾക്ക് പണി കൊടുക്കാനുള്ള ചില രഹസ്യങ്ങളൊക്കെ അവളുടെ വായിന്ന് വീണു. ആർക്കിട്ട് പണിയുന്ന കാര്യാടാ പറഞ്ഞേ? വേറെ ആർക്കുമല്ല, അവളുടെ സ്വന്തം ചേച്ചിക്ക്. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ഒരുമിച്ച് പഠിച്ചതാ. സുമിതേച്ചി അത് പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതൊരു കല്യാണാലോചനയിലോട്ട് എത്തുന്നത്. ഒക്കെ തീരുമാനിച്ചതായിരുന്നു. ഇതിനെയാണ് ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്ന് പറയുന്നത്. തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. അഴിച്ച് കളടാ, അല്ലെ തെന്നിയടിച്ച് വീഴും കേട്ടോ. അതല്ല, ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള ബന്ധം വഷളാക്കിയ സുമിതയോട് തീർത്താ തീരാത്ത പകയുണ്ട് എനിക്ക്. അവൾക്കെതിരെ പ്രയോഗിക്കാനേ ഇനിയും ഇതിലും നല്ലൊരു ആയുധം കിട്ടാനുണ്ടോ? അമ്പിയങ്കിള് നോക്കിക്കോ, ഇത് വെച്ച് ഞാൻ അവളെ പൂട്ടും. നീ ആരെയാണ് വിളിക്കുന്നേ? മഹേഷിനെ ഓർമ്മയില്ലേ? അന്നത്തെ സാമ്പത്തിക തിരുമലയുടെ പേരിൽ ഏട്ടൻ ജോലിന്ന് പിരിച്ചുവിട്ട നമ്മുടെ മഹേഷിനെ. ഹലോ നിതീഷേ, ജീവിച്ചിരിപ്പുണ്ടോടാ? നിന്റെ വിളിയും പറച്ചിലും ഒന്നും ഇല്ലല്ലോ. ഉണ്ടടാ, ഉണ്ട്. ഞാനെന്നും വലിയ കുറ്റബോധത്തോടെ ഓർക്കാറുണ്ട് നിന്റെ കാര്യം. അതൊക്കെ ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ വിളിച്ച കാര്യം പറ. എന്തെങ്കിലും കാരണമില്ലാതെ നീ വിളിക്കില്ലെന്ന് എനിക്കറിയാം. എടാ മഹേഷ്, നീ ഒരാളെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അവൻ ആരാണ്, ഏതാണ്, എന്താണെന്നൊക്കെ നീ വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. എന്നിട്ട് ആ വിവരം എന്നെ നീ അറിയിക്കണം, എത്രയും വേഗം. ആരാ കക്ഷി? വേറെ ആരും അല്ലടാ, നിന്നെ ജോലിന്ന് പിരിച്ചുവിട്ട ഗിരിധർ നമ്പ്യാരുണ്ടല്ലോ, അങ്ങേരുടെ ഭാര്യയുടെ പഴയ കാമുകൻ. ശരി, അറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. ശരിടാ. ഓക്കെ ഓക്കെ. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണോടായി എന്റെ പൊന്നു മോനെ. കലക്കണം. അവളുടെയും ഗിരിധർ നമ്പ്യാരുടെയും ദാമ്പത്യം ഇതോടെ കലക്കണം. ഹായ് ഷെറിൻ, തിരക്കിലാണോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്ത് ഷെറിൻ പറഞ്ഞോ, ഐ ആം ടോട്ടലി ഫ്രീ. ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിന് കാസ്റ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹൈ എൻഡ് മോഡൽസിനെയാണ് അവർ നോക്കുന്നത്. അവരുടെ കഴിഞ്ഞ പരസ്യമൊക്കെ ചെയ്തിരുന്നത് ബോളിവുഡ് സ്റ്റാർസ് ആണ്. ഇത്തവണ നാഷണൽ ലെവലിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ മോഡൽ ഫേസിനെയാണ് അവർക്ക് ആവശ്യം. ആരെ ക്ലയൻസ്? എന്തിന്റെ അഡ്വർടൈസ്മെന്റ്? അത് ഒരു ജ്വല്ലറിയുടെയാണ്. നീ കേട്ടിട്ടില്ലേ, വേദിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്? പിന്നെ കേട്ടിട്ടില്ലേന്നോ? അവര് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ്സ് അല്ലേ. ഒരു 3-4 മോഡൽസിന്റെ ഓപ്ഷനാണ് എനിക്ക് കൊടുക്കേണ്ടത്. നിനക്കറിയാലോ, ഒരു കാസ്റ്റിംഗ് കമ്പനി എന്ന നിലയ്ക്ക് അവരതാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 1-2 നല്ല സജഷൻസ് ഞാൻ തരാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. എന്റെ മനസ്സിൽ ഒരാളുണ്ട്. പക്ഷെ ആള് മോഡലൊന്നും അല്ല, ഫാഷൻ ഡിസൈനറാണ്.
പക്ഷെ ഏത് സൂപ്പർ മോഡലിനെയും വെല്ലുന്ന ഫേസും ഫിഗറും ഉണ്ട്. ആ, എന്നാ പിന്നെ എന്തിനാ വെറുതെ ആലോചിച്ച് നേരം കളയുന്നേ? നീ വിളിച്ച് സംസാരിച്ച് ഫൈനലൈസ് ചെയ്. അതിനാണല്ലോ ഞാൻ വിളിച്ചത്. എടി സനു, ഞാൻ നിന്റെ കാര്യം തന്നെ ഈ പറയുന്നത്. ഞാനോ? തുടക്കകാലത്ത് ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ട് തന്നെയാ ഈ ഫീൽഡിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോ എന്റെ സ്റ്റാറ്റസ് അതല്ലല്ലോ ഷെറിൻ. സൗത്ത് ഇന്ത്യയിലെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഫാഷൻ ഡിസൈനറാ ഞാൻ. ഇനി മോഡലിംഗിലേക്കെന്ന് പറഞ്ഞാ അതൊന്നും ശരിയാവില്ല. സനു, മറ്റേതെങ്കിലും ചെറിയ ബ്രാൻഡിന്റെ വർക്ക് ആയിരുന്നെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു. ഇതിപ്പോ വേദിക ഗ്രൂപ്പ് എന്ന് പറയുന്ന നാഷണൽ ബ്രാൻഡിന്റെ കൂടെയാണ്. അവരുമായി ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിനക്കത് ഭാവിയിൽ ഗുണം ചെയ്തേക്കും. എത്രയോ സംവിധായകന്മാർ നല്ല കഥാപാത്രം വരുമ്പോ അഭിനയിക്കുന്നില്ലേ? മൊത്തത്തിൽ വലുതായിട്ട് എക്സ്പോസ്ഡ് അല്ലാത്ത ഫ്രഷ് ഫേസ് ആവുമ്പോ അതിന്റെ ഗുണം പരസ്യത്തിന് കിട്ടും. അതിന്റെ ബെനിഫിറ്റ് നിനക്കും എനിക്കും കിട്ടിയേക്കും. ഞാൻ എന്തായാലും കൊടുക്കാൻ പോകുന്ന ഓപ്ഷൻസിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി നിനക്കായിരിക്കും. ഈ ആഡിന്റെ മോഡൽ ആവാൻ ഏറ്റവും നല്ല ഓപ്ഷൻ നീ തന്നെയാണ്. നിക്ക്, അത് വേണോ? നീ ഒന്നും പറയണ്ട. ഫൈനൽ ചോയ്സ് നീ തന്നെയായിരിക്കും. നിന്റെ 7 അയലത്ത് നിൽക്കാൻ പറ്റാത്ത ചോയ്സുകളെ ഞാൻ കൊടുക്കും. എല്ലാ രീതിയിലും നിന്നേക്കാൾ താഴെ നിൽക്കുന്ന, ഒട്ടും അപ്പീലിംഗ് അല്ലാത്ത തുടക്കക്കാരികളായ പെൺകുട്ടികളായിരിക്കും അവരെല്ലാം. ആ ഓക്കെ, ശരി എന്നാ. ഓക്കെ. ഇതെങ്ങനെ സംഭവിച്ചു? ഐഷു, ഐഷു ഒന്നിങ്ങ് വന്നേ. എന്താ കിരൺ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുള്ളതാ. പെട്ടെന്ന് പോകാം, ഒന്നിങ്ങ് വന്നേ. എന്താ? ഏതെങ്കിലും പെണ്ണുങ്ങളുടെ ഫോട്ടോ കാണിക്കാനായിരിക്കും. നീ എന്തിനാ വെറുതെ എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഓ, ഒരു പുണ്യാളം വന്നേക്കുന്നു. എന്നെ വിളിച്ച കാര്യം പറ, എനിക്ക് പണിയുള്ളതാ. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടേ, സൗത്ത് ഇന്ത്യയിലെ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണിത്. അതിൽ സീനിയർ മാനേജർ പോസ്റ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അവരെനിക്ക് അയച്ച ഓഫർ ലെറ്ററാണിത്. ഈ ജോലിക്ക് അപ്ലൈ ചെയ്ത കാര്യം കിരൺ എന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടല്ലല്ലോ അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചിരിക്കുന്നത്. അതെന്ത് മറിമായ? ഇന്നത്തെ കാലത്ത് അപേക്ഷിക്കാത്ത ജോലി കിട്ടുമോ? കഴിവുള്ളവരെ തേടി ജോലി ഇങ്ങോട്ട് വരുമെന്ന് എനിക്കിപ്പോ മനസ്സിലായില്ലേ? ഉണ്ടായിരുന്ന നല്ല ജോലി മുഴുവൻ കളഞ്ഞു കുളിച്ച് ഇവിടെ നിൽക്കുന്ന കിരൺ തന്നെ ഇത് പറയണം. എടേ, നിനക്കും നിന്റെ അച്ഛനും മാത്രമേ എന്നൊരു വിലയില്ലാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും എന്റെ കഴിവുകളെ കുറിച്ച് നല്ല മതിപ്പാ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ജോലി. അവരെനിക്ക് ഓഫർ ചെയ്തിരിക്കുന്ന സാലറി കേട്ടാലേ നീ ഞെട്ടും. ഇങ്ങനെ അഹങ്കരിക്കാതെ കിരൺ. ഒരു ജോലിയും കൂലിയില്ലാതെ തേരാപ്പാര നടന്ന നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ഈശ്വരനായിട്ട് കൊണ്ടുതന്ന ജോലി ഇരുന്ന് കൂട്ടിയാ മതി. ഓ, ഇപ്പൊ അതെല്ലാം ദൈവത്തിന്റെ ക്രെഡിറ്റിൽ പോയി. എന്റെ എഡ്യൂക്കേഷനും കാലിബറും ഒക്കെ വെള്ളത്തിൽ വരച്ച വര. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവാധീനം ഇല്ലെങ്കിൽ ഒന്നും നന്നാവില്ല കിരൺ. ഓഫീസിൽ കള്ളു കുടിച്ച് വഴക്കിട്ട് കളഞ്ഞതാ ഇതിനു മുമ്പത്തെ എല്ലാ ജോലിയും. ഇതിനും ആ ഗതി വരുത്തരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ചങ്കൂറ്റുള്ളവനെ ഞാൻ. ചങ്കൂറ്റം അടുപ്പത്ത് വെച്ചാ ചോറാവില്ല കിരൺ. കഴിഞ്ഞ കുറെ കാലായിട്ടേ ഈ വീട് കഴിഞ്ഞു പോകുന്നതേ എന്റെ അച്ഛൻ തന്ന കാശുകൊണ്ടാ. അത് മറക്കണ്ട. ഇനി മുതലേ എനിക്ക് ആ ഔദാര്യം വേണ്ട. നന്ദി കേട് പറയല്ലേ. അച്ഛൻ കാശ് ഒന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചേനെ? കിരൺ പറഞ്ഞേ. അത് കടം വാങ്ങിച്ചെണ്ണം കൂട്ടിയാ മതി. ഈ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം കിട്ടുന്ന ആ ദിവസം തന്നെ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. കഴിഞ്ഞില്ലേ? ഈ ജോലി കിട്ടിയതിന്റെ പേരിലെങ്കിലും കിരണൊന്ന് നന്നായാ മതിയായിരുന്നു. എന്റെ ദൈവമേ. അച്ഛമ്മേ, ഇരിക്കുമോളെ. ഈ ബാഗ് എങ്ങനെയുണ്ട് അച്ഛമ്മേ? ഇത് നീ പുതിയത് വാങ്ങിയതാണോ? കഴിഞ്ഞ പ്രാവശ്യം ഗിരി അമേരിക്കക്ക് പോയപ്പോഴേ എനിക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നാ. അല്ല, എന്നിട്ട് നീ ഇപ്പോഴാണോ എന്നെ കാണിക്കുന്നേ? അയ്യോ അച്ഛമ്മ, മറന്നത് ഞാനല്ല, പിന്നെ അച്ഛമ്മയുടെ തക്കുട് തന്നെയാ.
ഈ തക്കട് മോന്റെ ഒരു കാര്യം. ഭാര്യക്ക് കൊടുക്കാനായി ഒരു സമ്മാനം വാങ്ങി കൊണ്ടുവന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പാവം മറന്നുപോയതായിരിക്കും. ഈ ബാഗിന്റെ വില എത്രയെന്നറിയോ? $5000. എന്ന് വെച്ചാ നമ്മുടെ 4 ലക്ഷം രൂപയുടെ അടുത്ത് വരും. അപ്പോ ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരിക്കും അല്ലേ? എന്തായാലും ഇത്രയും വില കൂടിയ ഒരു സമ്മാനം അവൻ നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നല്ലോ. എനിക്ക് സന്തോഷായി മോളെ. അതെ അച്ഛമ്മേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗിരി എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന സമ്മാനം ഇത്. നന്നായി മോളെ. അക്ഷയ തൃതീയ ദിവസം അവൻ നിന്നെ വഴക്ക് പറഞ്ഞതിന്റെ വിഷമങ്ങളൊക്കെ ഇപ്പൊ നിനക്ക് മാറിയില്ലേ? വിഷമമെല്ലാം മാറി അച്ഛമ്മേ. ഗിരി എന്നെ ഇങ്ങനെയൊക്കെ പരിഗണിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവനൊരു പാവ മോളെ. എല്ലാരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പക്ഷെ ഒന്നും പുറത്തു കാണിക്കാൻ അറിയില്ലെന്ന് മാത്രം. അനുരാധേ, എന്താമ്മേ? നീ ഇത് കണ്ടാ? ഗിരി സുമിതക്ക് സമ്മാനായിട്ട് കൊടുത്ത ബാഗാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. നന്നായിട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം അവൻ അമേരിക്ക പോയപ്പോ ഇവക്ക് വേണ്ടി പ്രത്യേകമായി കൊണ്ടുവന്നതാ. വില കൂടിയ സാധനാ. ഗിരി അമേരിക്കയിൽ പോയപ്പോ ഇവൾക്ക് മാത്രം സമ്മാനം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ അവൻ അന്നേ ഇവളെ പരിഗണിച്ചിരുന്നു. സത്യത്തിൽ ഗിരിസാറ് ഈ ബാഗ് പെട്ടിയിൽ മറന്നു വെച്ചതാ. കഴിഞ്ഞ ദിവസം ഞാനത് എടുത്തു കൊടുത്തത്. ഇനി തക്കുടു എവിടെയെങ്കിലും പോയി വന്നാ നീ അവന്റെ പെട്ടി നന്നായി പരിശോധിക്കണം. അവൻ ഇതുപോലെ അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് കൊടുക്കാൻ മറക്കരുത്. ഇനി മുതല് ഞാനത് ശ്രദ്ധിച്ചോളാം. അല്ല, നീ ബാഗിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. പണ്ട് ഗിരി ഓസ്ട്രേലിയയിൽ പോയപ്പോ സനിമോൾക്ക് വാങ്ങിക്കൊണ്ടുവന്ന ബാഗിന്റെ അത്രയും വരില്ല. ഇതിന്റെ ലെതർ ക്വാളിറ്റി അത്ര പോരാ. മോളെ, നീ അവിടെ ഇരിക്കെ. നീ അതൊന്നും കാര്യാക്കണ്ട. അവൾക്കേ അസൂയ. എന്തായാലും തക്കടു നിനക്ക് വേണ്ടി വാങ്ങിയതല്ലേ. അങ്ങനെ വാങ്ങാനുള്ള അവന്റെ മനസ്സിന്റെ തോന്നലിനാണ് ഏറ്റവും വലിയ വില. മോളിത് സൂക്ഷിച്ചു വെച്ചാട്ടാ. എടാ, അത് അങ്ങനല്ല. ഇതേലെ അതിൽ പിടിച്ച് തള്ളാതെ. എന്നാടാ സർ, പുതിയ സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് വന്ന യെസ് മിസ്റ്റർ കിരൺ പ്രഭാകർ അല്ലേ? അതെ സർ. പ്ലീസ് കം ഓൺ. ഹലോ മിസ്റ്റർ കിരൺ. ഹായ്. ഇരിക്കെ. അംബരീഷ്, നിങ്ങളുടെ റെസ്യൂമ് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു. കൺസിഡറിങ് യുവർ എക്സ്പീരിയൻസ്, നിങ്ങൾ കോട്ട് ചെയ്ത സാലറി അല്പം അധികമാണ്. സാരമില്ല, അറിയാലോ. ഈ നിതീഷ് സാറിന്റെ ബ്രദറാണ് കമ്പനി ചെയർമാൻ ഗിരിധർ നമ്പ്യാർ. സോ എന്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ വെച്ച് സാലറി നമുക്ക് അത് തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ കമ്പനിയിലുള്ള ചില ബോണ്ട്സ് ആൻഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടി വരും. നോ പ്രോബ്ലം സാർ. അപ്പൊ ഞാൻ എന്നായിരിക്കും ജോയിൻ ചെയ്യേണ്ടത്? ഒട്ടും വൈകാതെ തന്നെ. സാർ, ഒരു സംശയം. ഈ കമ്പനിയുടെ ഒരു ഫോർമൽ ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ ഇങ്ങനെ ഒരു ജോലി. മിസ്റ്റർ കിരൺ പ്രഭാകർ, നിങ്ങൾ ഇപ്പൊ ഈ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ഇന്റർവ്യൂ. ബാക്കി നിങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടതെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു.